അബ്ദുൽ ബാസിദ് ഇമാം ഭാര്യ 20കാരിയായ ഭാര്യയെ ഫോണിലൂടെ വിളിച്ച് തലാഖ് ചൊല്ലിയിരിക്കുകയാണ്. സത്യത്തിൽ ഇത് വളരെ ഗുരുതരമായ ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കേന്ദ്ര മുത്തലാഖ് നിയമമൊക്കെ പാസ്സാക്കിയ സമയത്ത് ഇതൊന്നും അറിഞ്ഞുകൂടാതെ ചെയ്തതാണോ, അതോ ഞാൻ ഇസ്ലാം പറയുന്ന മാത്രമേ അനുസരിക്കൂ എന്നുള്ള ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ധാർഷ്ട്യമാണ്. എന്തായാലും കേന്ദ്രം ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇമാമിൻ്റെ കളസം കീറും ഉറപ്പാണ് അല്ലേ. അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നമുക്കറിയാലോ നിരവധി മുസ്ലിം സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ ക്യാമ്പയിനും വലിയ വാർത്തയും ഒക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ ധാരാളമായിട്ട് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത്? അപ്പം മുസ്ലിം മതവിഭാഗത്തിനുള്ളിൽ ചില അനാചാരങ്ങൾ നിലനിന്നിരുന്നു. അതിൽ പ്രധാനമാണ് ഫോണിലൂടെ വിളിച്ച് ബന്ധം ഉപേക്ഷിക്കാനുള്ള ഒരു സംവിധാനം. അതാണ് മുത്തലാഖ് ചൊല്ലുക എന്ന് പറയുന്നത്. അപ്പം മുത്തലാഖ് ചൊല്ലി ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാം, അവർക്ക് 3ഓ 4ഓ കല്യാണം കഴിക്കാം എന്നൊക്കെയുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ ഇതുമൂലം ഒരുപാട് ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, വിഷമങ്ങളൊക്കെ അനുഭവിച്ചു. അങ്ങനെയാണ് സർക്കാർ ഒരു തീരുമാനമെടുത്തത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങൾ ഇവിടെ ജീവിക്കുന്ന, ഇന്ത്യയിൽ വസിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. അല്ലാതെ ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ്, ഞങ്ങൾക്ക് ഇസ്ലാം മത നിയമമാണെന്നുള്ള ഒരു കാര്യം ഇവിടെ വേണ്ട. അപ്പോൾ മുസ്ലിം സ്ത്രീകളാണ് ഏറെ സന്തോഷിച്ചത്. കാരണം പുരുഷന്മാർക്ക് 1, 2, 3, 4 കെട്ടാം. കാരണം അവരുടെ നിയമപ്രകാരം, അതായത് ശരീഅത്ത് നിയമപ്രകാരം അതിന് 4 ഭാര്യമാരെ പോറ്റാനുള്ള സൗകര്യമുണ്ട്, അവർക്ക് ചെയ്യാം. പക്ഷേ ഇന്ത്യൻ ഭരണഘടന അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മുത്തലാഖ് നമ്മൾ എടുത്തു കളഞ്ഞു. അങ്ങനെ എടുത്തു കളഞ്ഞിട്ടും ഇപ്പോഴും ഗ്രാമീണ മേഖലയിൽ, അതായത് ഉൾപ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ പോലീസിന് അതാത് സർക്കാർ കൃത്യമായ നിർദ്ദേശം നൽകിയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് നേൽ നിയമപരമായ നടപടിയെടുക്കും. എന്തിന്? ഇങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ അറസ്റ്റ് ചെയ്യാം. ഇവിടെ എന്താ സംഭവിച്ചത്? പത്തനംതിട്ടയിലെ ഒരു പള്ളിയിലെ ഇമാമാണ് ഇദ്ദേഹം. അവിടെ നിന്ന് ഇദ്ദേഹം സ്വന്തം ഒരു കല്യാണം കഴിക്കുന്നു. പത്തനംതിട്ട വായ്പൂരിലെ ഊട്ടുകുളം പള്ളിയിലെ ഇമാമാണ് പ്രതി. അപ്പൊ അവിടെ നിന്ന് ഇദ്ദേഹം അവധി എടുത്ത് നാട്ടിലേക്ക് പോകാൻ തോന്നല്ലേ. കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയാണ് സ്വദേശം. അവിടേക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, 20 വയസ്സുകാരി മറ്റുമാണ്. എന്നിട്ട് സ്വന്തം വീട്ടിലല്ല താമസിപ്പിച്ച് വാടകയ്ക്ക് ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നു. മാത്രമല്ല ഇവരുമായിട്ട് മാനസികമായിട്ട് ഒരുപാട് അകലാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ ഉദ്ദേശം വേറെ, ഇയാൾക്ക് മറ്റൊരു കല്യാണം കഴിച്ചു. ഇയാൾക്ക് ആദ്യമായി ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഈ 20കാരിയായ പെൺകുട്ടിയെ വാടക വീട്ടിൽ കൊണ്ടുപോകുന്നു. പിന്നീട് ഈ പെൺകുട്ടി ഇയാൾ ആദ്യ വിവാഹം കഴിച്ചു എന്നറിയുന്നു. അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. പെൺകുട്ടിയെ ഇത് അറിഞ്ഞതിന് ശേഷം ശാരീരികമായി മാനസികമായി ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, തൊഴിക്കുന്നു. അതിനുശേഷം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു, ഇനിയും ഞാൻ കല്യാണം കഴിക്കും, നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. എന്നിട്ട് ഈ ഒരു വഴക്കിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. വീട്ടിലാക്കിയതിനു ശേഷം ഫോണിൽ വിളിച്ചു പറയുകയാണ് തലാഖ്, 3 തവണ തലാഖ് ചൊല്ലി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ അബ്ദുൾ ബാസിദ് എന്ന് പറയുന്ന ഇമാം ഈ പള്ളികളിൽ മോട്ടിവേഷൻ നടത്തുന്ന ആളാണ്. നമ്മൾ ഈ എന്താ പറയുക, അല്ലെ, നല്ല കാര്യങ്ങൾ ചെയ്യണം, പുതിയ തലമുറ അങ്ങനെ പ്രവർത്തിക്കണം, ഇങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ സ്പീക്കറായി പ്രവർത്തിക്കുന്ന ഇമാമാണ് ഒരു വിവരമില്ലായ്മ കാണിക്കുന്നത് എന്നുള്ളത്. ഈ മോട്ടിവേഷൻ സ്പീക്കർമാരെ പലരെയും വിശ്വസിക്കാൻ പാടില്ല എന്ന് ഇതിലൂടെ ഒരു സന്ദേശം കൂടി വരികയാണ്. അല്ല, ഇപ്പോൾ പള്ളിയിൽ ഇദ്ദേഹം ഈ 20കാരിയെ ഉപേക്ഷിക്കാനാണ് ശ്രമിച്ചത്. എന്താ, വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തലാഖ് ചൊല്ലി നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നിട്ട് ഞാൻ ഇനിയും കല്യാണം കഴിക്കും. അപ്പോൾ ഒരു ഭാര്യയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ ആദ്യ ഭാര്യത്തെക്കുറിച്ച് അറിഞ്ഞ്, അല്ലെ ആ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതാണ് പ്രശ്നം. അപ്പോൾ ശാരീരികമായി ഉപദ്രവിച്ചു തുടങ്ങി, മാനസികമായി ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം. അപ്പോൾ ഞാൻ തലാഖ് ചൊല്ലുകയാണ്. അപ്പോൾ ഇവരൊരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയില്ല, ഇത് ചെറിയ പെൺകുട്ടിയാണ്, ഇവരുടെ മാതാപിതാക്കൾക്ക് ഇതൊന്നും അറിയില്ല, തലാഖ് ചൊല്ലി അങ്ങ് ഒഴിവാക്കാം എന്നുള്ളതായിരിക്കും ഇയാളുടെ ചിന്ത. പക്ഷേ കാലം മാറിയെന്നും നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നുള്ള വിവരം ഇവർ ഇപ്പോഴും അറിയുന്നില്ലയോ. ഇപ്പം തന്നെ പറയുന്ന പോലെ മോട്ടിവേഷൻ സ്പീക്കർ എന്തായിരിക്കും ഇദ്ദേഹം പറഞ്ഞാൽ, നമ്മൾക്കൊരു ഭാര്യ ഉണ്ടാകാവുള്ളൂ, നമ്മൾ ഒരു ഭാര്യയും കുടുംബവുമായിട്ട് ഒരുമിച്ച് പോകണം, ഇങ്ങനെയൊക്കെ പറയുന്ന ആളാണ് ഒരു ഭാര്യയെ വീട്ടിൽ നിർത്തി 2ാമത് കല്യാണം കഴിച്ച് അതിനെ തലാഖേലി അടുത്തതിലേക്ക് കെട്ടാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളാണ് പള്ളികളിൽ ഇമാം എന്ന പദവിയിലേക്ക് വരുന്നത്. ഇമാം എന്ന പദവിയിൽ വരുന്നവർക്ക് സ്വാഭാവികമായും അവിടുത്തെ ഉള്ള വിശ്വാസികളുടെ കുട്ടികളെയൊക്കെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ഉപദേശിച്ചാൽ അവരെ ഏത് വഴിയിലേക്കായിരിക്കും ഇവർ നയിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മാത്രവുമല്ല
വിവാഹം എന്നൊരു കാര്യത്തിന് വേണ്ടി സ്ത്രീയുടെ അവകാശത്തെ, സ്ത്രീയുടെ ഒരു മാന്യതയെ എല്ലാം തന്നെ ഇവർ പിച്ച് ചീന്തുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്നു, സ്വന്തം വീട്ടിൽ പാർപ്പിക്കുന്നു, അവരറിയാതെ മറ്റൊരു വിവാഹം കഴിക്കുന്നു, എന്നിട്ട് വാടക വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കുന്നു, എന്നിട്ട് ഞാൻ ഇമാമായി ജോലി ചെയ്ത പള്ളിയിൽ പോകാൻ പറഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. മൊത്തത്തിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ദുഷ്ടലാക്കോടെ പ്രവർത്തിക്കുന്ന മൗലവിമാർക്കോ ഇമാമുമാർക്കോ ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ആ മതമാണ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. ഇവർക്കൊരു നേതൃത്വം ഉണ്ടാകില്ലേ, ഒരു പള്ളി കമ്മിറ്റി ഉണ്ടാകില്ലേ? എന്തുകൊണ്ടാണ് പള്ളി കമ്മിറ്റി ഇതിന് നടപടിയെടുക്കാത്തത്? ഇങ്ങനെ ത്വലാഖ് ചൊല്ലിയ ഒരു ഇമാമിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ആ പള്ളിയിൽ ഇപ്പോഴും ചുമതല നൽകി വെച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് നടപടിയെടുത്തുകൂടെ? കാരണം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം മുത്തലാഖ് ചൊല്ലി ഒരാൾ ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇപ്പോൾ ഈ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ നീക്കമുണ്ടെന്ന് കേൾക്കുന്നു, അല്ലേ? അതെ, അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാണ് ഇപ്പോൾ പ്രതി. എന്തായാലും ഈ 2 ദിവസം പള്ളിയിൽ അവധിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയത്. വീട്ടിൽ വിളിച്ചപ്പോൾ വീട്ടിൽ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റി കിടപ്പിലാണ്, അതുകൊണ്ട് എണീച്ച് വരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. പെൺകുട്ടി ചവറ പോലീസ് സ്റ്റേഷനിലാണ് യുവതി പരാതി നൽകിയത്. 2 ദിവസത്തെ അവധിയെടുത്ത് വീട്ടിലേക്ക് പോവുകയെന്നാണ് പ്രതി പള്ളിയെ അറിയിച്ചത്. ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലെന്നാണ് പ്രതിയുടെ വീട്ടുകാരും പള്ളിയെ അറിയിച്ചത്. എന്നാണ് കാര്യമെന്ന് പോലും പറയാതെ ഫോണിൽ വിളിച്ച് പ്രതി മുത്തലാഖ് ചൊല്ലിയെന്ന് യുവതി പറയുന്നുണ്ട്. ആദ്യ വിവാഹക്കാര്യം മറച്ചു വെച്ചാണ് അബ്ദുൾ ബാസിദ് വിവാഹാലോചനയുമായി വീട്ടിൽ വരുന്നത്. വിവാഹം കഴിച്ച് ആദ്യ ഭാര്യയെ വാടക വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഇക്കാര്യം പിന്നീടാണ് അറിഞ്ഞത്. ഇത് ചോദ്യം ചെയ്ത സമയത്താണ് വലിയ രീതിയിൽ ശാരീരിക ഉപദ്രവവും മാനസികമായ ഉപദ്രവവും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ സിനിജ് പറഞ്ഞതുപോലെ UP-യിലൊക്കെ പല മുസ്ലിം സ്ത്രീകളും ഈ ഒരു നിയമം മോദി നടപ്പിലാക്കിയതിന് ശേഷമാണ് BJP-യിലേക്ക് നിരവധി മുസ്ലിം സ്ത്രീകൾ എത്തിത്തുടങ്ങിയത്. കാരണം അവരുടെ ജീവിതം സുരക്ഷിതമായി എന്നുള്ളതാണ്. മറ്റൊന്നും പറയാതെ ഇവരെ മുത്തലാഖ് ചൊല്ലിയാൽ പിന്നെ ഇവർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഒരു 3-4 പിള്ളേരും ആവും. അയാൾ അടുത്ത ആളെ കാണുമ്പോൾ തലാഖ് ചൊല്ലിയിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഈ സ്ത്രീ പിന്നെ ഈ കുട്ടികളെ വളർത്താനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്ര വിവാഹം വേണമെങ്കിലും ഞങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു സോഷ്യൽ മീഡിയയിലൊരു ഇതുപോലെ പറയുന്ന ഒരു ഉസ്താദ് പറയുന്ന ഒരു വാചകം വൈറലായിരുന്നു. അദ്ദേഹം പറയുന്നത് പല ബാപ്പമാരെ കാണുമ്പോഴും സാമ്പത്തികമായ ഭദ്രത ഇല്ലാത്ത പല ബാപ്പമാരെ കാണുമ്പോഴും അദ്ദേഹത്തിന് സങ്കടമാണ്. കാരണം അവരെ പെൺമക്കളെ കല്യാണം കഴിച്ച് അവരുടെ കുടുംബം രക്ഷപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഭാര്യമാർ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ കല്യാണം കഴിക്കാത്തത്. അല്ലെങ്കിൽ പല ബാപ്പമാരെ കാണുമ്പോഴും ഞങ്ങൾക്ക് വളരെ സങ്കടമാണ്. കല്യാണം കഴിച്ച് ഞങ്ങൾ ജീവിതം കൊടുത്തനെ, ഞങ്ങൾ രക്ഷിച്ചനെ, പക്ഷെ ഞങ്ങളുടെ ഭാര്യമാർ സമ്മതിക്കുന്നില്ല. ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് മര്യാദയ്ക്ക് ഒരു വിവാഹം കഴിച്ച നിയമപ്രകാരം നിന്നോളാൻ. ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ആ ബാപ്പമാരോടുള്ള സങ്കടം അല്ലേ, എന്തെങ്കിലും ആ ബാപ്പമാർക്ക് ആൺമക്കളുണ്ടാവില്ലേ ജോലി ഇല്ലാത്ത, അവർക്കൊരു ജോലി മേടിച്ചു കൊടുക്കാം. അല്ല, ഈ പെൺകുട്ടികളോട് ഇത്ര സങ്കടമാണെങ്കിൽ പള്ളിയിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഇവരെ കല്യാണം കഴിപ്പിച്ചൂടെ? മാത്രമല്ല ഇവര് കല്യാണം കഴിക്കാൻ കുറെ ചെലവരില്ലേ, ആ പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് നല്ലൊരു ചെറുക്കനെ പുതിയ ആളെ കണ്ടുപിടിച്ചല്ലേ, അപ്പൊ പുണ്യം കിട്ടും. അതില്ല, അത് ചെയ്യാറില്ല. അപ്പൊ ഇവരുടെ മനസ്സിലിരിപ്പ് വളരെ വ്യക്തമാണ്. ഇവർക്ക് ഈ മുത്തലാഖ് എടുത്ത് കളഞ്ഞതോടുകൂടിയാണ് BJP എന്ന് പറയുന്ന സർക്കാരിനെ കണ്ടുകൂടാ, കേന്ദ്ര സർക്കാരിന്റെ നിയമങ്ങൾ എടുത്ത് തോട്ടിൽ കളയണമെന്ന് പറയുന്നു. ഞങ്ങൾക്ക് മത നിയമം വേണം, ശരീഅത്ത് നിയമം. ഈ ശരീഅത്ത് നിയമത്തിൽ ഇങ്ങനെ തെറ്റ് കാണിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രൂരമായ ശിക്ഷയാണ്. ഇപ്പം മോഷണം നടത്തി അല്ലെങ്കിൽ വ്യഭിചാരം നടത്തി എന്നൊക്കെ പറയാൻ കൈ വെട്ടുക, കാല് വെട്ടുക, അങ്ങനെയൊക്കെയുള്ള അംഗഭംഗം വരും. അപ്പോൾ അത്തരത്തിലുള്ള ക്രിമിനൽ നിയമങ്ങൾ വേണ്ട, സിവിൽ നിയമങ്ങൾ ഞങ്ങൾക്ക് 6-7 കെട്ടാനുള്ള നിയമം അങ്ങനെ തന്നെ നിൽക്കണം, ബാക്കിയൊന്നും വേണ്ട, അതങ്ങനെ തന്നെ നിൽക്കണം. കുറെ പെൺപിള്ളേരെ ജീവിതം നശിപ്പിക്കണം. എന്നിട്ട് പറയും ബാപ്പമാരുടെയും ഉമ്മമാരുടെയും കണ്ണീര് കണ്ടിട്ട് ഞങ്ങൾ ഈ കണ്ണീര് കണ്ട് ഈ പെൺകുട്ടികളെ പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നോ, അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ട് അവരെ കുറച്ചുകൂടെ സ്വതന്ത്രരാക്കണമെന്നോ പ്രാപ്തരാക്കണമെന്നോ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് അവരെ കൊണ്ട് അതൊന്നുമില്ല. ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ ഒരു പെൺകുട്ടി സ്റ്റേജിൽ ഒരു ട്രോഫി വാങ്ങാൻ വന്നതിന് സമസ്തയുടെ നേതാവ് ആര് പറഞ്ഞു നിന്നോട് ഈ സ്റ്റേജിൽ കയറി വരാൻ? പരസ്യമായി അധിക്ഷേപിച്ചു ആ പെൺകുട്ടിയെ. പലരും ഈ മതം വിട്ട് പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം സത്യസരണി പോലെയുള്ള മതം മാറ്റൽ കേന്ദ്രങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. അത് നമ്മൾ സംസാരിച്ചാൽ ഒരുപാട് വിവാദമാകും, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഈ പല മുസ്ലിം സ്ത്രീകളും മുസ്ലിം മതത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല. ഇപ്പോൾ ഒരു ഹിന്ദു ആചാരപ്രകാരമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആചാരപ്രകാരമോ ഒക്കെ വിവാഹം കഴിച്ചാൽ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് 3-4 വർഷം അതിന്റെ പിന്നാലെ നടക്കണം. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു എക്സസൈസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അല്ലേ, ആ സമയത്ത് ഒരു ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞതാണ്, ഞങ്ങളുടെ സ്ത്രീകൾ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മറ്റു പുരുഷന്മാരോടൊപ്പം നിന്ന് എക്സസൈസ് ചെയ്യുന്നത്
തെറ്റാ, ഹറാമാണ് ഞങ്ങളുടെ മതം. അപ്പം ചോദിച്ചു ഇത് പുതിയ കാലഘട്ടമല്ല, ഈ ലോകത്ത് സ്ത്രീയെന്നോ പുരുഷനോ വേർതിരിവുണ്ടോ, ജെൻഡർ വ്യത്യാസമില്ല, എല്ലാവരും ഒന്നിച്ചാണ്. അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇപ്പോഴും അടുക്കളയ്ക്കകത്ത് തന്നെ, പിന്നെ ബെഡ്റൂമിൻ്റെ അകത്തും. ഞങ്ങൾക്ക് അവർ കൃഷിയിടങ്ങളാണ്, മറ്റൊരു സംഭവത്തിന് അവരെ ഞങ്ങൾ വിടത്തില്ല. ഞങ്ങൾ പുറമെ ഇങ്ങനെ 5-6 കെട്ടി ഇതുപോലെയൊക്കെ ഉല്ലസിച്ച് കളിച്ച് ഉല്ലസിച്ചൊക്കെ ഞങ്ങൾ നടക്കും. അതൊന്നും ചോദിക്കാൻ മോദിയോ കേന്ദ്രമോ ഒരാളും ഇങ്ങോട്ട് വരണ്ട.